ക്ലാസ്സിലേക്ക് സ്വാഗതം. സ്ട്രൈറ്റ് ലൈൻ എന്ന ചാപ്റ്ററിന്റെ ആദ്യ 6 എപ്പിസോഡുകളിലായി സ്ലോപ്പ് ഓഫ് എ ലൈൻ, വേരിയസ് ഫോംസ് ഓഫ് ഇക്വേഷൻ ഓഫ് എ ലൈൻ, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. തീർച്ചയായും ആദ്യത്തെ 6 എപ്പിസോഡും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഈ 7ാമത്തെ എപ്പിസോഡ് കാണുക. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ. ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടെത്താം? ദാറ്റ് മീൻസ് ആ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടെത്താം, അതാണ് നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആശയമാണ്. എക്സാമിനേഷൻ സ്ഥിരമായി ഇതിൽ നിന്ന് ഒരു പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. കൺസിഡർ ദ ലൈൻ ax plus by plus c equal to 0. We have to find distance from this point. ആ പോയിന്റ് എന്താണ്? P x1, y1 to this line. ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടെത്തണം. ദാറ്റ് ഈസ് d എന്നിരിക്കട്ടെ. എങ്കിൽ ആ ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല നോക്കിക്കോളൂ. ax1 plus by1 plus c by root of s square plus b square. ഡിസ്റ്റൻസ് cannot be നെഗറ്റീവ്. അത് പോസിറ്റീവ് ആക്കുന്നതിന് വേണ്ടി അബ്സല്യൂട്ട് വാല്യൂ മോഡുലസ് കൊടുക്കുന്നു. സോ എന്താണ്? Px1, y1 എന്ന പോയിന്റിൽ നിന്ന് ax plus by plus c equal to 0 എന്ന് പറയുന്ന ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല. ഡിസ്റ്റൻസ് ഈക്വൽ ടു ഈ ലൈനിന്റെ ഇക്വേഷനിൽ എക്സിനും വൈക്കും എന്ത് കൊടുക്കുക? ഈ പോയിന്റ് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? ax1 plus by1 plus c by root of എക്സിന്റെ കോഎഫിഷ്യന്റ് സ്ക്വയർ പ്ലസ് വൈയുടെ കോഎഫിഷ്യന്റ് സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡിസ്റ്റൻസ് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമുലയാണ്. ഷോർട്ട് കട്ട് എന്താണ്? ഗിവൺ ലൈനിൽ ആ എക്സിനും വൈക്കും ആ പോയിന്റ് കൊടുക്കുക ബൈ റൂട്ട് ഓഫ് എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സംഗതി കഴിഞ്ഞു. സിമ്പിൾ വൺ. ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 3, -5 ഫ്രം ദ ലൈൻ 3x minus 4y minus 26 equal to 0. ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടെത്തണം. ഗിവൺ പോയിന്റ് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് അസ്യൂം ചെയ്യുന്നത്? x1, y1. അപ്പോൾ നമുക്കറിയാം x1 എന്ന് പറഞ്ഞാൽ 3, y1 എന്ന് പറഞ്ഞാൽ -5. നമ്മുടെ ഗിവൺ ലൈനിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? ax plus by plus c equal to 0. കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് ഫോം, a എന്ന് പറഞ്ഞാൽ 3, b എന്ന് പറഞ്ഞാൽ എന്താണ്? -4, c എന്ന് പറഞ്ഞാൽ -26. കോൺസ്റ്റന്റ് ടേം. കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് ഫോം ax plus by plus c equal to 0. അതിൽ നിന്ന് a b c എഴുതി. നെക്സ്റ്റ് ഡിസ്റ്റൻസ് ഈക്വൽ ടു ഫോർമുല നിർബന്ധമായിട്ടും എഴുതുക. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ എല്ലാ വാല്യൂസും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ a into x1, a എന്ന് പറഞ്ഞാൽ 3 into 3 ഞാൻ അങ്ങനെ തന്നെ എഴുതാം. പ്ലസ് b into y1, b എന്ന് പറഞ്ഞാൽ -4 into y1 that is -5 plus c എന്ന് പറഞ്ഞാൽ എന്താണ്? -26 by root of s square plus b square, s square 3 square 9 plus b square -4 ന്റെ സ്ക്വയർ 16. അല്ലെ? നെഗറ്റീവ് വന്നാൽ പോസിറ്റീവ് ആക്കി എഴുതാൻ ആ മോഡുലസ് കൊടുക്കുക. ഈക്വൽ ടു 3 into 3 9. നെക്സ്റ്റ് എന്ത് കിട്ടും? +20. അല്ലെ? -4 into -5. നെക്സ്റ്റ് ലാസ്റ്റ് വൺ -26 by √25 that is എന്താണ്? 5 equal to 29 minus 26 that is 3/5. So distance from this point to this line is എന്താണ്? 3/5. ഇത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഫോർമുലയിൽ x1, y1, a b c യുടെ വാല്യൂ കണ്ടതിന് ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതല്ല, വേറെയും വഴിയുണ്ട്. ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം. ഡിസ്റ്റൻസ് ഈക്വൽ ടു, വേറെ ഒന്നും ചെയ്യണ്ട. ഗിവൺ ലൈൻ ഉണ്ടല്ലോ, ഗിവൺ ലൈനിൽ നമ്മൾ എന്ത് ചെയ്യുക? എക്സിനും വൈക്കും ഈ പോയിന്റ് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? 3 into x എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 into 3 9. അടുത്ത് -4 into y കോർഡിനേറ്റ് -5. -4 into -5 +20. ലാസ്റ്റ് വൺ അതുപോലെ -26 by root of x ന്റെ കോഎഫിഷ്യന്റ് സ്ക്വയർ 9
പ്ലസ് അടുത്ത y കോഎഫിഷ്യന്റ് സ്ക്വയർ -4 സ്ക്വയർ 16 ഈക്വൽ ടു 29 - 26 3. സോ ആൻസർ 3/5. ഇങ്ങനെ ചെയ്താലും എക്സാമിനേഷൻ മാർക്ക് കിട്ടും. കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ മെത്തേഡ് ചെയ്യുന്നതാണ് ഈസി. നമ്മുടെ എക്സാമിനേഷന് മിനിമം 2 മാർക്സ് അല്ലെങ്കിൽ 3 മാർക്സിനായിരിക്കും ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ വാല്യൂസ് ഒക്കെ ഇങ്ങനെ എടുത്തെഴുതി ഫോർമുല എഴുതി സിംപ്ലിഫൈ ചെയ്യുന്നതാണ് ബെറ്റർ. എങ്ങനെയെങ്കിലും ചെയ്യൂ, ആൻസർ കറക്റ്റ് ആയിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് distance of the point -1,1 from the line 12 into x plus 6 equal to 5 into y minus 2. വീണ്ടും ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടെത്തണം. നമ്മുടെ ഗിവൺ ലൈൻ സ്റ്റാൻഡേർഡ് ഫോം ജനറൽ ഫോമിൽ അല്ല. ആദ്യം അതിനെ ജനറൽ ഫോമിൽ എഴുതുക, അതിനുശേഷം ഈ ഫോർമുല യൂസ് ചെയ്ത് ഡിസ്റ്റൻസ് കണ്ടെത്താം. സോ നോക്കിക്കോളൂ, ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 12x. നെക്സ്റ്റ് ഇവിടെ എന്താണ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5y, അത് ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ -5y. അടുത്ത ഈ 12ഉം 6ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 into 6 72. ഇവിടെ 5 -2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -10. ആ -10 ഇപ്പുറത്ത് വരുമ്പോൾ +10. ഇവിടെ എന്തുണ്ടായിരുന്നു 72 plus 10 that is +82 equal to 0, which is in standard form. Now comparing with the standard form, ax plus by plus c equal to 0. അപ്പൊ a എന്ന് പറഞ്ഞാൽ 12, അടുത്ത b എന്ന് പറഞ്ഞാൽ y യുടെ കോഎഫിഷ്യന്റ് -5, കോൺസ്റ്റന്റ് c എന്ന് പറഞ്ഞാൽ എന്താണ് 82. Now given point x1 y1, x1 equal to -1, y1 equal to എന്താണ് +1. ഡാറ്റാസ് ആയി എല്ലാം കിട്ടിക്കഴിഞ്ഞു. നേരെ ഫോർമുല എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. a into x1 12 into -1 that is -12. അടുത്ത b into y1 -5 into 1 -5 plus c യുടെ വാല്യൂ എന്താണ് 82 divided by root of s square plus b square 12 square 144 plus b square -5 in the square plus 25 is equal to 82 നിന്ന് 12 കുറച്ചാൽ 70, 70 നിന്ന് 5 കുറച്ചാൽ 65 divided by root 169 that is 13 is equal to 65. 13 5 അല്ലേ. സോ ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും 5 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ് 5 യൂണിറ്റ്സ് ആണ്. സോ നമ്മുടെ ഗിവൺ ലൈൻ ജനറൽ ഫോമിൽ അല്ല എങ്കിൽ അതിനെ ജനറൽ ഫോമിലാക്കി സിംപ്ലിഫൈ ചെയ്തതിനു ശേഷം മാത്രമേ ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാവൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു വ്യത്യസ്തമായ പ്രോബ്ലം. ഫൈൻഡ് പോയിന്റ്സ് ഓൺ x ആക്സിസ്, whose distance from the line x/3 plus y/4 equal to 1 are 4 units. കഴിഞ്ഞ പ്രോബ്ലത്തിൽ പോയിന്റ് തന്നു, ലൈനും തന്നു, നമ്മൾ ഡിസ്റ്റൻസ് കണ്ടു. ഇവിടെ എന്താ തന്നിരിക്കണേ? ഏതോ ഒരു പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ആ പോയിന്റ് കണ്ടെത്തുക. ആ പോയിന്റിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പോയിന്റ് എവിടെയാണ് ലൈ ചെയ്യുന്നത്? എക്സ് ആക്സിസിലാണ് ലൈ ചെയ്യുന്നത്. സോ ഗിവൺ ലൈൻ x/3 plus y/4 equal to 1 റഫായിട്ട് ഞാൻ വരച്ചു. നെക്സ്റ്റ് എക്സ് ആക്സിസിലെ ഒരു പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് അതെന്തെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4 യൂണിറ്റ് എന്ന് തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ദിസ് പോയിന്റ്. ഈ പോയിന്റ് കണ്ടെത്തണം. ഫൈൻഡ് പോയിന്റ് ഓൺ എക്സ് ആക്സിസ്. ആ പോയിന്റ് എന്തെന്നിരിക്കട്ടെ പി. ഒരു പോയിന്റ് എക്സ് ആക്സിസിലാണെങ്കിൽ അതിന്റെ y കോർഡിനേറ്റ് എന്തായിരിക്കും 0. ഈ ഡിസ്റ്റൻസ് അതാണ് എക്സ് എന്ന് എടുത്തത്. അത് നമുക്ക് അറിയത്തില്ല, അതാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, സോ വീണ്ടും ഡിസ്റ്റൻസ് കാണുന്നതിന് മുന്നേ നമ്മുടെ ഗിവൺ ലൈൻ എന്താണ് ജനറൽ ഫോമിൽ എഴുതുക. ഇതിപ്പോ ഇന്റർസെപ്റ്റ് ഫോമിലാണ്. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. എന്ത് കിട്ടും? 4x plus 3y ക്രോസ് മൾട്ടിപ്ലൈ ഈക്വൽ ടു 12. ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ -12 ഈക്വൽ ടു 0. സിംപ്ലിഫിക്കേഷൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്താണ് 4x plus 3y by 12. ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈക്വൽ ടു 12, അത് ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ -12 ഈക്വൽ ടു 0. Comparing with the standard form, a equal to 4, b equal to 3, c equal to -12. Distance equal to എന്താണ് ഫോർമുല? മോഡുലസ് ഓഫ് ax1 plus by1 plus c by root of s square plus b square എന്ന് അറിയാം. ഡിസ്റ്റൻസ് എന്തെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ് 4 equal to മോഡുലസ് ഓഫ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് a into x1. a എന്ന് പറഞ്ഞാൽ 4 into x1 given പോയിന്റിന്റെ x കോർഡിനേറ്റ് that is x plus b into y1. b എന്നാൽ 3 into 0 that is 0. എഴുതേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് പ്ലസ് c എന്ന് പറഞ്ഞാൽ -12 by root of s square plus b square. 4 square 16 plus 9 that is root 25.
that is 4 equal to modulus of 4x minus 12 by root 25 ന്റെ വാല്യൂ എന്ത് കിട്ടും 5 എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ modulus of 4x minus 12 equal to എന്ത് കിട്ടും 20 എന്ന് കിട്ടും. നിങ്ങൾക്കറിയാം മോഡ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ +1 ആകാം ഓർ എന്താകാം -1 ആകാം. കാരണം മോഡുലസ് ഓഫ് -1 +1 അല്ലേ. അപ്പോൾ മോഡ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു +or-1 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് ദിസ് തിങ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞാൽ 4x minus 12 ഈക്വൽ ടു +or-20 എന്ന് എഴുതാം. സോ 4x ഈക്വൽ ടു +or-20, ഈ -12 റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പോൾ +12. സോ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്ന് 4x ഈക്വൽ ടു ആദ്യം ഇവിടുത്തെ പ്ലസ് വാല്യൂ എടുക്കുക +20 +12 20ഉം 12ഉം ആഡ് ചെയ്താൽ 32. ദാറ്റ് ഈസ് x ഈക്വൽ ടു 32/4 8 എന്ന് കിട്ടി. ഓർ മറ്റൊരു പോസിബിലിറ്റി 4x ഈക്വൽ ടു ഇവിടുത്തെ -20 എടുക്കുക -20 +12 ദാറ്റ് ഈസ് -8. അപ്പൊ x ഈക്വൽ ടു എന്ത് കിട്ടി -2. So the points are രണ്ട് പോസിബിലിറ്റി ഉണ്ട്. പോയിന്റ്സ് ആർ ഒരു പോയിന്റ് എന്താണ് x, 0 xന് 8 കൊടുക്കുക 8, 0. അനദർ പോയിന്റ് എന്തായിരിക്കും xന് എന്ത് കൊടുക്കുക -2. സോ -2, 0. അതായത് ഞാൻ ലൈൻ ഇങ്ങനെ വരയ്ക്കുമ്പോൾ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്തായിരിക്കും 8, 0. ഇതേ ലൈൻ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ വരും. ആ പോയിന്റ് ആണ് ഏത് -2, 0. രണ്ട് പോസിബിലിറ്റി ഉണ്ട് അല്ലെ. ഈ ഡയറക്ഷനിൽ വരികയാണെങ്കിൽ ആ പോയിന്റ് എന്തായിരിക്കും 8, 0. ലൈൻ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ആ പോയിന്റ് എന്തായിരിക്കും -2, 0. ഇതുവരെ ചോദിച്ചിട്ടില്ല ഒരു വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ്. രണ്ട് പാരലൽ ലൈൻസിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടെത്താം നോക്കിക്കോളൂ. കൺസിഡർ ദ ഫസ്റ്റ് ലൈൻ L1 ആൻഡ് സെക്കൻഡ് ലൈൻ L2. ഈ രണ്ട് ലൈനും എന്താണ് പാരലൽ. ടു ലൈൻസ് പാരലൽ ആണെങ്കിൽ അവയുടെ സ്ലോപ്സ് എന്തായിരിക്കും സെയിം ആയിരിക്കും. എങ്കിൽ ഈ രണ്ട് ലൈനിന്റെ ഇക്വേഷന് ഒരു പ്രത്യേക ബന്ധമുണ്ട്. ആ ബന്ധം എന്താണ് നോക്കിക്കോ. ഒന്നാമത്തെ ലൈനിന്റെ ഇക്വേഷൻ ax + by + c1 = 0 എന്നിരിക്കട്ടെ. എങ്കിൽ രണ്ടാമത്തെ ലൈനിന്റെ ഇക്വേഷനും എന്ത് തന്നെയാണ് ax + by + c2 = 0. എക്സിന്റെയും വൈയുടെയും കോഎഫിഷ്യന്റ് ഒന്നുകിൽ സെയിം ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും പ്രൊപ്പോർഷണൽ ആയിരിക്കും. രണ്ട് ലൈൻസ് പാരലൽ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഈക്വൽ. സ്ലോപ്പ് തീരുമാനിക്കുന്ന ആരാണ്? കോഎഫിഷ്യന്റ് ഓഫ് എക്സും കോഎഫിഷ്യന്റ് ഓഫ് വൈയും. സോ രണ്ട് ലൈൻസ് പാരലൽ എന്ന് പറഞ്ഞാൽ ഈ കോഎഫിഷ്യന്റ് രണ്ടിന്റെയും എന്താണ് എക്സിന്റെയും വൈയുടെയും കോഎഫിഷ്യന്റ് ഒന്നുകിൽ സെയിം ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കണം പ്രൊപ്പോർഷണൽ ആയിരിക്കണം. സോ ഈ രണ്ട് ലൈനും പാരലൽ ആയതുകൊണ്ട് ആ പാരലൽ ലൈൻസ് ഞാൻ ഇങ്ങനെ ചൂസ് ചെയ്തു. Then distance between these two lines, that is D, equal to എന്താണ് ഫോർമുല? സിമ്പിൾ വൺ. ഇവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക C1 - C2 കോൺസ്റ്റന്റ് ടേമിൽ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക ബൈ √(s² + b²). ഇത് C1 - C2 എന്ന് എഴുതിയാലും തിരിച്ച് C2 - C1 എന്ന് എഴുതിയാലും ശരി തന്നെയാണ്. കാരണം നെഗറ്റീവ് വന്നാൽ പോസിറ്റീവ് ആക്കാൻ നമ്മൾ എന്ത് കൊടുക്കും? ആ മോഡുലസ് കൊടുക്കും. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ് കാണുന്ന ഫോർമുല C1 - C2 ബൈ √(s² + b²). ഇപ്പോൾ തന്നെ പഠിക്കൂ. കോൺസ്റ്റന്റുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക ബൈ √(s² + b²). കഴിഞ്ഞു സംഗതി. ക്വസ്റ്റ്യൻ: ഫൈൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ ലൈൻസ് 3x - 4y + 7 = 0 and 3x - 4y + 5 = 0. ഈ രണ്ട് ലൈൻസിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചായിരുന്നോ? രണ്ട് ലൈനും എക്സിന്റെ കോഎഫിഷ്യന്റ് സെയിം ആണ്, അതുപോലെ വൈയുടെ കോഎഫിഷ്യന്റും സെയിം ആണ്. സോ ഈ ലൈൻ എന്താണ്? ഈ രണ്ട് ലൈൻസും പാരലൽ എന്ന് ഉറപ്പിക്കാം. We have to find distance between these two lines. For that, comparing with the standard form, a എന്ന് പറഞ്ഞാൽ 3, b എന്ന് പറഞ്ഞാൽ എന്താണ്? -4. ഒന്നാമത്തെ ലൈനിലെ കോൺസ്റ്റന്റിനെ നമ്മൾ C1 എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. സോ C1 = 7, C2 = രണ്ടാമത്തെ ലൈനിലെ കോൺസ്റ്റന്റ് 5. ഫോർമുല എഴുതുക. ഡിസ്റ്റൻസ് = C1 - C2 ബൈ √(s² + b²). വെരി സിമ്പിൾ. C1 - C2 7 - 5 ബൈ √(s²) 3² 9 + 4² 16. That is equal to 2 by താഴെ എന്ത് കിട്ടും? √25 that is 5. സോ ഈ രണ്ട് ലൈൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? 2/5. വളരെ സിമ്പിൾ ആണ്. 1 വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ക്വസ്റ്റ്യൻ:
Find distance between the parallel lines 15x plus 8y minus 34 equal to 0 and 15x plus 8y plus 31 equal to 0. രണ്ട് ലൈൻസും പാരലൽ ആയിരുന്നു തന്നിട്ടുണ്ട്. സോ ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല നമുക്കറിയാം. So A equal to, comparing with the standard form, 15. B equal to എന്താണ് 8. Next C1 equal to ഒന്നാമത്തെ ടേമിലെ കോൺസ്റ്റന്റ് 34. C1 equal to minus 34. C2 equal to എന്താണ് 31. So distance കാണുന്ന ഫോർമുല എഴുതുക. Modulus of C1 minus C2 minus 34 C1 minus C2 that is 31 by root of S square plus B square. 15 in the square 225 plus 8 in the square 64 is equal to modulus of minus 34 minus 31 minus 65 by ഇതെന്ത് കിട്ടും root 289 that is 17 എന്ന് കിട്ടും, which is equal to modulus കിടക്കുന്നതുകൊണ്ട് നെഗറ്റീവ് എന്നാൽ പോസിറ്റീവ് ആക്കി എഴുതാം, that is 65 by എന്ത് കിട്ടും 17 എന്ന് കിട്ടും. പല കുട്ടികളും ഇവിടെ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ശ്രദ്ധാപൂർവം ചെയ്താൽ ഒരു കാരണവശാലും തെറ്റത്തില്ല. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പാരലൽ ലൈൻ എന്ന് പറയുന്നത് എന്താണ് 65 by 17. ഈ ചാപ്റ്ററിൽ ഒരു ചെറിയ പോർഷൻ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് സപ്ലിമെന്ററി പോർഷൻ ആയിട്ട് ടെക്സ്റ്റിന്റെ ഏറ്റവും ബാക്ക് സൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിൻ. എന്താണ് ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിൻ ഓർ ട്രാൻസ്ലേഷൻ ഓഫ് ആക്സസ് എന്താണെന്ന് നോക്കാം. നോക്കിക്കോളൂ. കൺസിഡർ ദ കോർഡിനേറ്റ് ആക്സസ് എക്സ് വൈ. നമുക്കറിയാം അല്ലെ, ഈ പോയിന്റ് എന്താണ് ഒറിജിൻ എന്ന് പറയും. ഈ കോർഡിനേറ്റ് ആക്സസിലെ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യുന്നു. അതെന്തെന്നിരിക്കട്ടെ പി എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്താണ്? ഇത് മുതൽ ഇതുവരെയുള്ള അല്ലെ, ഇതിന് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ ഈ ഡിസ്റ്റൻസ് ആണ് എക്സ്, ഈ ഹൈറ്റ് ആണ് വൈ. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒറിജിനെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു. അതായത് ഈ കോർഡിനേറ്റ് ആക്സസിന് പാരലൽ ആയിട്ട് മറ്റൊരു ആക്സസ് ഞാൻ വരയ്ക്കുന്നു. നോക്കിക്കോളൂ, പുതിയ ഒരു ആക്സസ് വരച്ചു. ഈ നേരത്തെ ഉണ്ടായിരുന്ന കോർഡിനേറ്റ് ആക്സസിന് പാരലൽ ആയിട്ട് മറ്റൊരു ആക്സസ് വരച്ചു. അതായത് ഇത് ആക്സസ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇതിനെ ട്രാൻസ്ലേഷൻ ഓഫ് ആക്സസ് എന്ന് പറയാൻ കാരണം. അതായത് ഈ ഒറിജിൻ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് മാറി. അപ്പൊ പുതിയൊരു ഒറിജിൻ ആയില്ലേ, ഇത് പുതിയ ആക്സസ് ആണ്. ഇതാണ് പുതിയ എക്സ് കോർഡിനേറ്റ്, അത് എക്സ് ഡാഷ് എന്ന് കൊടുക്കാം. ഇതാണ് പുതിയ വൈ ആക്സസ്, അതെന്ന് കൊടുക്കാം വൈ ഡാഷ് എന്ന് കൊടുത്തു. ഇതാണ് പുതിയ ഒറിജിൻ. ഈ ഒറിജിൻ നമ്മൾ സാധാരണ എന്താണ് സ്റ്റാൻഡേർഡ് ഫോമിൽ 0,0 എന്ന് പറയുന്നു. ഈ പോയിന്റ് എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ആ ന്യൂ ഒറിജിൻ എന്താന്നിരിക്കട്ടെ എച്ച് കോമ കെ. ഈ പോയിന്റ് എന്താന്നിരിക്കട്ടെ എച്ച് കോമ കെ എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എച്ച്, ഈ ഹൈറ്റ് ആണ് എന്ത് കെ. എങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ന്യൂ കോർഡിനേറ്റ് ആക്സസ് ഈ പോയിന്റ് എങ്ങനെ മാറും? എക്സ് കോമ വൈ എന്ന പോയിന്റ് എങ്ങനെ ചേഞ്ച് ചെയ്യും? അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ആ പോയിന്റ് ഈ പുതിയ ആക്സിസിനെ ബേസ് ചെയ്ത് എന്തെന്നിരിക്കട്ടെ എക്സ് ഡാഷ് കോമ വൈ ഡാഷ് എന്നിരിക്കട്ടെ. വിത്ത് റെസ്പെക്ട് ടു ന്യൂ ആക്സസ് ആ ഗിവൺ പോയിന്റ് പി എക്സ് കോമ വൈ ചേഞ്ച്ഡ് ടു എക്സ് ഡാഷ് കോമ വൈ ഡാഷ്. എങ്കിൽ എക്സ് ഡാഷ് ഈക്വൽ ടു എന്താണ് എക്സ് ഡാഷ്? നിങ്ങൾക്കറിയാം ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. എങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് എന്തായിരിക്കും? അതാണ് എക്സ് ഡാഷ് അല്ലെ. ഇത് മുതൽ ഇതുവരെ എച്ച് അല്ലേ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ് ഡാഷ്. ആ എക്സ് ഡാഷ് എന്തായിരിക്കും? മൊത്തം എക്സ് മൈനസ് എന്താണ് എച്ച്. സോ എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എച്ച്. സിമിലർലി വൈ ഡാഷ് ഈക്വൽ ടു ഇതേ ഐഡിയ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെഴുതാം? വൈ മൈനസ് കെ. ചുരുക്കി പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ദ ന്യൂ ഒറിജിൻ the point x comma y changed to x dash y dash, where x dash എന്ന് പറഞ്ഞാൽ എന്താണ്? x minus h, y dash എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? y minus k. ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ട് ഒന്ന് രണ്ട് സിമ്പിൾ ക്വസ്റ്റ്യൻസ്, വൺ വേർഡ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ എക്സാമിനേഷൻ പ്രതീക്ഷിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ, വൺ വേർഡ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ന്യൂ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് 3,-4 if the origin is shifted to 1,2 by a translation. അല്ലെ, ട്രാൻസ്ലേഷനിൽ കൂടി, അതായത് നേരത്തെ ഉള്ള ഒറിജിനൽ ആക്സസിന് പാരലൽ ആയിട്ട് പുതിയൊരു ആക്സസ് ഫോം ചെയ്യുന്നു. അതാണ് ട്രാൻസ്ലേഷൻ ഓഫ് ആക്സസ് എന്ന് പറയുന്നത്. ആ ട്രാൻസ്ലേഷൻ ഓഫ് ആക്സസ് നടക്കുമ്പോൾ ഒറിജിൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറിക്കഴിഞ്ഞു? 1,2. അതായത് ന്യൂ ഒറിജിൻ ആണ് 1,2. നമ്മൾ സ്റ്റാൻഡേർഡ് ഫോർമുലയിൽ ന്യൂ ഒറിജിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്തത്? എച്ച് കോമ കെ. അതാണ് എന്തെന്ന് തന്നിട്ടുള്ളത്? 1,2. With respect to this new origin, we have to find the new coordinate of this point. ഈ
പോയിന്റ് ആദ്യത്തെ ആക്സിസിൽ 3,-4 എന്നൊരു പോയിന്റ് ഉണ്ടായിരുന്നു. ആ പോയിന്റിന് എന്ത് മാറ്റം സംഭവിക്കും? അതായത് ഒറിജിനൽ പോയിന്റ് ആണ് x,y, അത് 3,-4. വിത്ത് റെസ്പെക്ട് ടു ന്യൂ ഒറിജിൻ ഈ പോയിന്റ് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യും? ദ ന്യൂ ട്രാൻസ്ഫോംഡ് പോയിന്റ് ഈസ് എന്തെന്നിരിക്കട്ടെ x', y'. പുതിയ ഒറിജിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂ ട്രാൻസ്ഫോംഡ് പോയിന്റ് എന്താണ്? x', y'. എങ്കിൽ x' കാണുന്ന ഫോർമുല നമുക്കറിയാം x-h. സംഗതി കഴിഞ്ഞില്ലേ? x-h 3 - 1 that is 2. y' equal to എന്താണ്? y minus k. y എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? -4 minus k അല്ലേ? y minus k, y എന്ന് പറഞ്ഞാൽ -4, k എന്ന് പറഞ്ഞാൽ 2, -4 - 2 എന്ത് കിട്ടും? -6 എന്ന് കിട്ടും. സോ ന്യൂ ട്രാൻസ്ഫോംഡ് പോയിന്റ് x', y' ഈസ് എന്താണ്? 2, -6. അതായത് ഈ ഒറിജിനെ ബേസ് ചെയ്ത് 1, 2 എന്ന് പറയുന്ന ന്യൂ ഒറിജിനെ ബേസ് ചെയ്ത് 3, -4 എന്തായിട്ട് ചേഞ്ച് ചെയ്യും? 2, -6 ആയിട്ട് ചേഞ്ച് ചെയ്യും. അതിന്റെ ജോമെട്രി ഒക്കെ മനസ്സിലാക്കിയാൽ വളരെ രസകരമായ ആശയമാണ്. അല്ലെങ്കിൽ മാർക്ക് നേടാൻ വളരെ സിമ്പിൾ ആണ്. ഈ ഫോർമുലയിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ ന്യൂ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് 1, 1 if the origin is shifted to -3, -2 by a translation. സോ ന്യൂ ഒറിജിൻ എന്താണ്? -3, -2. അതായത് h, k എന്ന് പറയുന്നതാണ് -3, -2. ഒറിജിനൽ പോയിന്റ് എന്താണ്? 1, 1. വിത്ത് റെസ്പെക്ട് ടു ന്യൂ ഒറിജിൻ ഈ പോയിന്റ് എങ്ങനെ ചേഞ്ച് ചെയ്യും? ന്യൂ ട്രാൻസ്ഫോംഡ് പോയിന്റ് എന്താണ്? ന്യൂ ട്രാൻസ്ഫോംഡ് പോയിന്റ് എന്തെന്നിരിക്കട്ടെ x', y'. വേർ x' equal to എന്താണ് ഫോർമുല? x - h. ഇവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. 1 -3, 1 -3, 1 + 3 that is 4. Next y' equal to y minus k. 1 -2, 1 + 2 that is 3. So new transformed point is 4, 3. സംഗതി കഴിഞ്ഞു. കിട്ടി മാർക്ക് 1. പ്രോബ്ലം ഒരു വ്യത്യസ്തമായ പ്രോബ്ലം. ഫൈൻഡ് ദ ട്രാൻസ്ഫോംഡ് ഇക്വേഷൻ ഓഫ് ദ സ്ട്രെയിറ്റ് ലൈൻ 2x - 3y + 5 equal to 0 when the origin is shifted to 3, -1 by a translation. Origin 0, 0യിൽ നിന്ന് 3, -1ലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ മാറും? വി ഹാവ് ടു ഫൈൻഡ് ന്യൂ ട്രാൻസ്ഫോംഡ് ഇക്വേഷൻ. സോ നോക്കിക്കോളൂ. ലെറ്റ് ദ പോയിന്റ് p x, y changed to x', y' with respect to the new origin എന്താണ്? h, k. Then ആ x' കാണുന്ന ഫോർമുല എന്തായിരുന്നു? x - h and y' equal to എന്തായിരുന്നു? y minus k. ഇത് നമുക്ക് അറിയാവുന്ന റിസൾട്ട് ആണ്. ഈ റിസൾട്ടിൽ നമുക്ക് അറിയാവുന്ന ഡാറ്റാസ് കൊടുക്കുക. ഇവിടെ ന്യൂ ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 3, -1. അതായത് h equal to 3, k equal to എന്താണ്? -1. ഈ റിസൾട്ടിൽ കൊടുക്കുമ്പോൾ x' equal to x minus h that is 3, y' equal to y minus k. k എന്ന് പറഞ്ഞാൽ -1 ആണ്. മൈനസ് എന്താവും? +1. ഇതിൽ നിന്ന് x ന്റെ വാല്യൂ എന്ത് കിട്ടും? x equal to എന്താണ്? x' + 3 എന്ന് എഴുതാം. അതുപോലെ ഇതിൽ നിന്ന് y യുടെ വാല്യൂ എന്തായിരിക്കും? y' -1. ഈ രണ്ട് വാല്യൂസും എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഗിവൺ ഇക്വേഷൻ, ഗിവൺ ലൈൻ is എന്തായിരുന്നു? 2x - 3y + 5 equal to 0. ഇതിനെ നമുക്ക് പുതിയ കോർഡിനേറ്റിലോട്ട് കൺവെർട്ട് ചെയ്യണം. അതായത് ഇൻ ടേംസ് ഓഫ് x', y' ലോട്ട് കൺവെർട്ട് ചെയ്യണം. ഫോർ ദാറ്റ് 2 into x ന്റെ പ്ലേസിൽ ഈ വാല്യൂ കൊടുക്കുക. x' + 3 -3 into y ന്റെ പ്ലേസിൽ ഈ വാല്യൂ കൊടുക്കുക. y' -1 equal to എന്താണ്? y ന്റെ പ്ലേസിൽ y' -1. നെക്സ്റ്റ് എന്താണ്? +5 equal to 0. ഇതിനെ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 2x' മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x', ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -3y'. അടുത്ത് ഇവിടെ 2 into 3 6, ഇവിടെ -3 -1 +3. ഇവിടെ എന്താണ്? 2 into 3 6, ഇത് +3, 6 + 3 9, 9 + 5 എന്താണ്? 14 equal to 0, which is the new transformed equation. അതായത് ഒറിജിൻ ഈ പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ ഏത് ഇക്വേഷനായിട്ട് കൺവെർട്ട് ചെയ്യും? 2x' - 3y' + 14 equal to 0. Question: find the transformed equation of xy - x - y + 1 equal to 0 if the origin is
ഷിഫ്റ്റഡ് ടു 1,1 ബൈ എ ട്രാൻസ്ലേഷൻ. ഒറിജിൻ ഈ പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷന് എന്ത് മാറ്റം സംഭവിക്കും? വി ഹാവ് ടു ഫൈൻഡ് ദ ന്യൂ ട്രാൻസ്ഫോംഡ് ഇക്വേഷൻ. സോ വീണ്ടും കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ ലെറ്റ് ദ പോയിന്റ് പി എക്സ് കോമ വൈ ചേഞ്ച് ടു എക്സ് ഡാഷ് കോമ വൈ ഡാഷ് വിത്ത് റെസ്പെക്ട് ടു ദ ന്യൂ ഒറിജിൻ എച്ച് കോമ കെ. ദെൻ എക്സ് ഡാഷ് കാണുന്ന ഫോർമുല എക്സ് മൈനസ് എച്ച്, വൈ ഡാഷ് കാണുന്ന ഫോർമുല എന്താണ്? വൈ മൈനസ് കെ. ഹിയർ എച്ച് ഈക്വൽ ടു എന്താണ്? 1,1 ആണ്. അപ്പൊ എച്ചും 1 കെയും 1. ജസ്റ്റ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? എക്സ് ഡാഷ് ഈക്വൽ ടു എന്താണ്? എക്സ് മൈനസ് 1. ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ ആണ് കാണേണ്ടത്, അറിയാലോ. സോ എക്സ് ഈക്വൽ ടു എക്സ് ഡാഷ് പ്ലസ് 1. അതുപോലെ ഇവിടെ വൈ ഡാഷ് ഈക്വൽ ടു വൈ മൈനസ് കെ. കെ എന്ന് പറഞ്ഞാൽ 1. അതിൽ നിന്ന് വൈ ഈക്വൽ ടു എന്ത് കിട്ടും? വൈ ഡാഷ് പ്ലസ് 1. നൗ ദ ഗിവൺ ഇക്വേഷൻ എടുത്തെഴുതുക. എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 0. ഇതിന് സംഭവിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ട്രാൻസ്ഫോംഡ് ഇക്വേഷൻ കാണാൻ എക്സിനും വൈക്കും ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷനും കൊടുക്കുക. എക്സിന്റെ പ്ലേസിൽ എക്സ് ഡാഷ് പ്ലസ് 1 ഇൻറ്റു വൈയുടെ പ്ലേസിൽ എന്താണ്? വൈ ഡാഷ് പ്ലസ് 1 മൈനസ് ബ്രാക്കറ്റ് ഇട്ടിട്ട് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഡാഷ് പ്ലസ് 1 മൈനസ് വൈ എന്ന് പറഞ്ഞാൽ വൈ ഡാഷ് പ്ലസ് 1 പ്ലസ് 1 ഈക്വൽ ടു എന്താണ്? 0. ഈ വര പിന്നീട് ഇട്ടാൽ മതിയായിരുന്നു. ഈക്വൽ ടു 0. ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇതും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഡാഷ് വൈ ഡാഷ്, അടുത്ത് എക്സ് ഡാഷും 1 മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് എക്സ് ഡാഷ്, അടുത്ത് 1 വൈ ഡാഷും പ്ലസ് വൈ ഡാഷ്, 1 പ്ലസ് 1. ഈ മൈനസ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് എക്സ് ഡാഷ്, അടുത്തെന്താണ്? മൈനസ് 1. നെക്സ്റ്റ് ഈ മൈനസ് ഓപ്പൺ ചെയ്താൽ മൈനസ് വൈ ഡാഷ്, നെക്സ്റ്റ് മൈനസ് 1, അടുത്ത ലാസ്റ്റിൽ ആരുണ്ട്? ഒരു പ്ലസ് 1 ഈക്വൽ ടു 0. സോ ന്യൂ ട്രാൻസ്ഫോംഡ് ഇക്വേഷൻ എക്സ് ഡാഷ് വൈ ഡാഷ്, അടുത്ത പ്ലസ് എക്സ് ഡാഷും മൈനസ് എക്സ് ഡാഷും പോയി, പ്ലസ് വൈ ഡാഷും മൈനസ് വൈ ഡാഷും പോയി, പ്ലസ് 1ഉം മൈനസ് 1ഉം പോയി, അടുത്ത മൈനസ് 1ഉം പ്ലസ് 1 എല്ലാം പോയി, ഈക്വൽ ടു എന്താണ്? 0. സോ ന്യൂ ട്രാൻസ്ഫോംഡ് ഇക്വേഷൻ ഈസ് എക്സ് ഡാഷ് വൈ ഡാഷ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എന്തെന്ന് എഴുതാം? എക്സ് വൈ ഈക്വൽ ടു 0. അതായത് ഈ ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു ന്യൂ ഒറിജിൻ ചേഞ്ച് ടു എന്താണ്? എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 0. ഇത്തരത്തിലുള്ള പ്രോബ്ലംസും ഇതുവരെ ചോദിച്ചിട്ടില്ല, ഇനി ചോദിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. എങ്കിലും പുതിയൊരു പ്രോബ്ലം എന്ന രീതിയിൽ ഒന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രം. ഇത്രയുമാണ് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന ഒരു വലിയ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. തീർച്ചയായും ഒത്തിരി ചെറിയ ചെറിയ ആശയങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും എക്സാമിനേഷന് ഈ ചാപ്റ്ററിൽ നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിക്കാറ്. പക്ഷെ ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. എങ്കിലും ഈ ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് വ്യത്യസ്തമായ പ്രോബ്ലംസ് മിസ്ലേനിയസ് എക്സസൈസിലുണ്ട്. അത്തരം പ്രോബ്ലംസുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.